കണ്ണൂരിൽ കേന്ദ്രത്തിന്റെ മിന്നൽ ഓപ്പറേഷൻ. കഴിഞ്ഞ ദിവസം രാത്രി 150 NSG കമാൻഡോകൾ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് അകത്തേക്ക് പാഞ്ഞുകയറുന്നു. സംഭവം എന്താണെന്നറിയാതെ നാട്ടുകാർ മുൾമുനയിൽ നിന്ന നിമിഷങ്ങൾ. വൈദ്യുതി വിച്ഛേദിച്ച് ഗതാഗതം നിരോധിച്ച ശേഷമായിരുന്നു കമാൻഡോകളുടെ മിന്നൽ ഓപ്പറേഷൻ. രാജരാജേശ്വരി ക്ഷേത്രത്തിനകത്ത് കടന്നുകൂടിയ തീവ്രവാദികളെ വധിക്കുന്നതും അവിടെ നിന്ന് രക്ഷപ്പെട്ടവരെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിനകത്ത് വെച്ച് പിടികൂടുന്നതുമാണ് നാട്ടുകാർ കണ്ട രംഗങ്ങൾ. പ്രസിദ്ധമായ രാജരാജേശ്വര ക്ഷേത്രത്തിലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലും സ്ഫോടക വസ്തുക്കളുമായി എത്തിയ തീവ്രവാദികളെ പിടികൂടാൻ NSG കമാൻഡോകളുടെ മിന്നൽ ഓപ്പറേഷനാണ് നടന്നത്. അർദ്ധരാത്രി മുതൽ പുലർച്ചെ 4 വരെയാണ് തദ്ദേശവാസികളെ പോലും മുൻമുനയിൽ നിർത്തി ചെന്നൈ NCG സംഘം ഓപ്പറേഷൻ നടത്തിയത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധവും ഗതാഗതവും ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ഞെട്ടിയ പരിസരവാസികൾ അത് മോക്ക് ഡ്രിൽ ആണെന്ന് അറിഞ്ഞപ്പോൾ ആശ്വസിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിന് മുന്നോടിയായിട്ടാണ് ദേശീയ സുരക്ഷാ സേനയുടെ 150 അംഗ സംഘം പരിശോധന നടത്തിയത്. രാത്രി 11ഓടെ എത്തിയ NSG സംഘം രാജരാജേശ്വരം ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കയറിക്കൂടിയ തീവ്രവാദികളെ പിടികൂടി വധിക്കുന്നതിന്റെയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പറശ്ശിനി മുത്തപ്പ ക്ഷേത്രത്തിലെത്തി അഭയം തേടിയ തീവ്രവാദികളെ അവിടെ ചെന്ന് പിടികൂടുന്നതിന്റെയും മോക്ക് ഡ്രില്ലാണ് നടത്തിയത്. മോക്ക് ഡ്രിൽ ആരംഭിച്ചപ്പോൾ തന്നെ ക്ഷേത്ര പരിസരത്തെ വൈദ്യുതി ബന്ധവും ഗതാഗതവും തടഞ്ഞിരുന്നു. സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ മൊട്ടമൽ രാജൻ നിർമ്മിച്ച് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യാനാണ് പ്രധാനമന്ത്രി കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത്. ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച പ്രതിമ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആർക്കിയോളജിക്കൽ വിഭാഗം എത്തി പരിശോധിച്ചിരുന്നു. കണ്ണൂർ റൂറൽ SP അനൂജ് പാലിവാലിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ പരിശോധന നടത്തിവരികയാണ്. എന്നാൽ ഇത് പതിവ് പരിശോധനയുടെ ഭാഗമാണെന്നാണ് അധികൃതർ പറയുന്നത്. രാത്രി 10ഓടെ രാജരാജേശ്വര ക്ഷേത്ര പരിസരത്തെ തെരുവ് വിളക്കുകൾ അണച്ചും വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടുമാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. പോലീസിന് പോലും തൊട്ടു മുൻപ് മാത്രമാണ് വിവരം നൽകിയത്. രക്ഷാസേന, KCB തുടങ്ങിയവരും പങ്കാളികളായി. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. വിമാനത്താവളങ്ങളിലും മറ്റും നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവിടെയും സുരക്ഷാ പരിശോധന നടത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട്. കണ്ണൂർ റൂറൽ പോലീസ് സൂപ്രണ്ട് അനൂജ് പലിവാൾ, രഹസ്യാന്വേഷണ വിഭാഗം പോലീസ് സൂപ്രണ്ട് സാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തളിപ്പറമ്പ് DYSP പ്രദീപൻ കണ്ണിപ്പൊയിൽ ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരും ഫയർഫോഴ്സ്, വനം, വൈദ്യുതി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു.